അപ്പം അമ്മ പോവാ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓർഡർ ഉണ്ട്. ആ കവറിലിടാം. ആ വണ്ടിയുടെ അടിയിലൊക്കെ എടുത്തോ. അപ്പോൾ നമുക്കിന്നൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അത് കൊടുക്കണം. നമുക്കൊന്ന് പയ്യന്നൂരെല്ലാം പോയിട്ട് ആവശ്യമുണ്ടല്ലോ അമ്മ. വിഷുവിന് മുന്നേ ചെറിയ കുട്ടി ഷോപ്പിംഗ്. നമ്മളെ എന്തായാലും വീട്ടിലേക്ക് വേണ്ടുന്ന അടുക്കളയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനം വാങ്ങാനുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പോൾ നമുക്കിന്നൊരു കല്യാണത്തിന് പോകാനുണ്ടായിന്. അതിന് പോയിട്ട് ഇപ്പം വന്നതേ ഇല്ലു. നട്ടുച്ചക്കാ പോകുന്നു. നല്ല വെയിലുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ സാരി കൊടുത്തു. എനിക്കത് പൂമറിയിട്ട് ചൂടെടുത്തിട്ട് ബ്ലൗസെല്ലാം മുറുകുന്ന തടിയക്കുമ്പനായിട്ട് ഞാനോ അതിനൊക്കെ വെച്ചു. അപ്പം അമ്മ വന്നിട്ട് സാരിയെല്ലാം മാറ്റി ചുരിദാർ എടുത്തിട്ടുണ്ട് കേട്ടാ. സാരിയെല്ലാം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ചൂടെടുത്തിട്ട് നിൽക്കാൻ കഴിയില്ല. പിന്നെ പോരാണ്ട് ഇടക്ക് ഇടിയെല്ലാം മുട്ടുന്നുണ്ട്. മഴക്കോളെല്ലാം ഉണ്ടമ്മ. നമ്മ പോകുമ്പോഴത്തേനും പയ്യനൊരു മഴയായിരിക്കുക. ചിലപ്പോ ഈട വെയിലാണെങ്കിൽ ആടെ മഴയുണ്ടാവും. പറയാൻ പറ്റൂലാട്ടാ. കോടിയും കോട്ടൊന്നും എടുത്തിട്ടാ. അമ്മക്കൊരു ഹെൽമെറ്റ് വേണം. ബോംബും ബൈക്കിന്ന് പണിക്കുക. അശ്വതിയുടെ അടുത്ത് പണിക്കുക. ഇനിയിപ്പം വിഷുവെല്ലാം ആവാറായില്ലേ. മെയിനായിട്ട് നമ്മൾ വന്നത് ഉണ്ണിയപ്പം ചൂടാനിലെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അരിപ്പപ്പാത്രവും അരിപ്പക്കയിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഇട്ട് വെക്കാൻ അതിൻ്റെ സ്റ്റീലിൻ്റെ റാക്കില്ലേ, അമ്മക്ക് അതും കൂടി വേണമായിരുന്നു. അമ്മക്ക് ഇഷ്ടപ്പെട്ടതൊന്നും നോക്കിയിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. സ്പൂണില്ലേ ഇല്ല അല്ലേ. അത് എത്ര വാങ്ങിയാലും കാണണ്ടാവും. എന്താ നല്ല ഷേപ്പിലില്ലേ ഡ്രസ്സില്. ചെറിയ നല്ല അടിപൊളി ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടല്ലേ. കുഴിയുള്ളത് എന്ത് കാരപ്പങ്ങന്റെ കോഴിന്ന് കോരാനാ ചേച്ചി? ഇതിന്റെ കുഴിയുള്ളതുണ്ടാ? ഇല്ല, കുഴിയിലില്ല. ചേട്ടക്കയിലാണോ? ഓൾറെഡി ഉണ്ടല്ലേ വീട്ടില്. ഞാൻ തൂക്കിട്ടിട്ട് ഉണ്ടെന്നാ എനക്ക് അറിയില്ല. കയ്യിൽ വെക്കാണ്ട് തന്നെ. ഇത് ഇങ്ങനെയല്ല. ഇതില്ലേ ഇത് ഇവിടെ ഇങ്ങനെ തറപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ സ്പൂണും കയ്യിലെല്ലാം ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിട്ട്. ഇതിന്റെ മോൾ ഭാഗം ഇതിങ്ങനെ ആക്കിട്ട് ഇതില് സ്പൂണെല്ലാം അതിലൂടെ വീണ് അപ്പുറത്തേക്ക് നിൽക്കുന്നിട്ട് ചെറുതല വീടിട്ടാ ചെയ്താ ആണാ. ഇത് കാരപ്പം കിട്ടും അറിയില്ല. വലിയ നീളല്ലേ സദ്യക്കല്ലതാ. നിന്നിട്ട് കൊണ്ടു കൊടുക്കാമേ. ഭയങ്കര നീളം അല്ലേ. പിന്നെ ഈ സ്പൂണില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ 2 സ്പൂണും കൂടി എടുത്തു. എപ്പോൾ വീട്ടിൽ കരുതിയാൽ കിട്ടാത്തൊരു സാധനമാണ് സ്പൂണ്. പിന്നെ ചായ കുടിക്കാനൊരു പാട്ടി എടുത്തു കേട്ടോ. ചായ ആറ്റാനും തണിക്കാനെല്ലാം നല്ലതാണ്. പാട്ട വീട്ടിലുള്ളത് ഇപ്പോൾ ചോരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിനി. അരിപ്പക്കയിൽ വീട്ടിലുണ്ട്, പക്ഷേ അത് മതിയാവില്ല. വിഷുവിന് ഒരുപാട് ഉണ്ണിയപ്പം ആക്കുമ്പം അരിപ്പക്കയിൽ 2 കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പം ഇട്ട് വെക്കാനില്ലേ അരിപ്പ പാത്രമില്ലേ, അതും കൂടി ഒന്ന് എടുത്തു. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ താഴത്തെ നിലയിൽ വീട്ടിലേക്ക് വേണ്ടുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം ഉണ്ടായിനി. കൂട്ടത്തിൽ നല്ല പച്ചരി കണ്ടു. ഉണ്ണിയപ്പത്തിന് എപ്പോൾ നല്ലത് കുറച്ച് പഴകിയ പച്ചരിയാണ് കേട്ടോ. കുറേ വാങ്ങിക്കഴിഞ്ഞാൽ പച്ചരിയും പിന്നെ വാങ്ങിയ സാധനങ്ങളും എല്ലാം കൂടി 2 വീലറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പണിയാണ്. അതുകൊണ്ട് കുറച്ച് ഇപ്പം വാങ്ങി, ബാക്കി വിഷുവിന് മുന്നേ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മന്തി റൈസ് ഇല്ലേ, അതെല്ലാം ഉണ്ടായിന്. പല വെറൈറ്റിയിലില്ലേ മന്തി റൈസ്. നമ്മൾ കഴിക്കുമ്പോൾ കണ്ടതല്ലാണ്ട് അതിൻ്റെ റൈസ് നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഏലക്കായ, എള്ള്, ജീരകം, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിന്. വിഷുവിൻ്റെ തലേന്ന് ഉണ്ണിയപ്പം ചൂടലും കാര്യങ്ങളെല്ലാം ആയിട്ട് പൊടിപ്പൂരായിരിക്കും. അതുകൊണ്ട് വിഷുവിൻ്റെ അന്ന് സദ്യ ഒന്നാക്കിയിട്ട് കളിക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും കൂടി വാങ്ങിയിട്ടുണ്ടായിന്. അമ്മ പറഞ്ഞു നമുക്ക് നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഓർഡർ അനുസരിച്ചല്ലേ ആക്കി കൊടുക്കൽ. അപ്പോൾ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനം അന്നന്ന് വാങ്ങലാണ്. അങ്ങനെ ഒരുപാട് ബൾക്കായിട്ട് വാങ്ങി സൂക്ഷിക്കുകയില്ല.
കഴിഞ്ഞ കൊല്ലം വിഷുവിന് നമ്മൾ ഏകദേശം 4000-5000 ഉണ്ണിയപ്പം ചുട്ടിട്ടുണ്ടായിനി. ഇക്കൊല്ലം എത്ര ഓർഡർ വരുന്നൊന്നും ഒരു കണക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓരോരോ പാക്കറ്റെല്ലാം എടുത്ത് കൊടുക്കുമ്പോൾ അമ്മ ഇതൊന്നും പോരാ ലിജ്ജേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്നെക്കൊണ്ട് എടുപ്പിക്കുകയെന്നേ. ഉണ്ണിയപ്പം ചുടുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യ് കൂടി ചേർക്കും. പിന്നെ തേങ്ങാക്കൊത്തില്ലേ, അത് നെയ്യിൽ വറുത്തിട്ടാണ് ചേർക്കാറ്. സാധാരണ നമ്മൾ 100 ml ചെറിയ ബോട്ടിലാണ് വാങ്ങൽ. ഇന്ന് കുറച്ച് വലിയൊരു ബോട്ടിൽ നെയ്യ് കൂടി എടുത്തു. അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി വെല്ലം, മൈദ, പച്ചരി ഇനി കുറച്ചും കൂടി വാങ്ങാനുണ്ട്. ഇനി അതെല്ലാം പിന്നെ ഒരു ദിവസം കൂടി വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അമ്മ പൊതീന പണിക്കണം ഇപ്പം പറഞ്ഞതേ ഇല്ലു, അതുകൊണ്ട് പൊതീനയായല്ലോ. അപ്പോൾ ഭയങ്കര ചൂട്, നമ്മൾ സാധനം വാങ്ങി തിരിച്ചു വരലായി. വരുമ്പോൾ ഒരു ലൈം ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട്. ആ ഷോപ്പ് കയറിയോണ്ട് ഏകദേശം ഒരുവിധപ്പെട്ട സാധനം ഒന്നിച്ച് തന്നെ കിട്ടിയല്ലേ. കുറേ കട കയറി ഇറങ്ങേണ്ടി വന്നിട്ട് പിന്നെ നമുക്ക് അതെ സ്കൂട്ടിയല്ലേ അതിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് നമ്മ ഇനി എന്തായിട്ട് ഒരു പോക്കും കൂടി പോകേണ്ടി വരും. 15 കിലോ പച്ചരി അങ്ങനത്തെ വെള്ള് ഏലക്കായി അതെല്ലാം ഇതേ നെയ്യുമായി. ഇനി ഒരു വരുത്തും കൂടി വന്നാൽ കുറച്ച് വാങ്ങാം. വെല്ലെല്ലാം വാങ്ങണം. മൈദ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു മുഖമല്ല. അങ്ങനെ വീട്ടിലെത്തി ഒരു 7 മണിയെല്ലാം ആയപ്പം വീട്ടിലെ തൊട്ടടുത്ത് തന്നെയില്ലേ സ്കൂളിൽ വാർഷികം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിനി. ലോകിൻ്റെ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ 1-ാം തീയതി വാർഷികം കഴിഞ്ഞു. ഇത് ലോക് 4 വരെ പഠിച്ചിട്ടുണ്ടായ സ്കൂളാണ് കേട്ടോ, GLP സ്കൂൾ കൊഴുമൽ. ഞാനും ആ സ്കൂളത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. വാർഷികം മാത്രമല്ല നമ്മളെ HM പ്രിയപ്പെട്ട രാജമാഷെ യാത്രയപ്പ് ചടങ്ങും കൂടി ഇന്ന് ഈ വേദിയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മളെ തൊട്ടടുത്ത നാട്ടുകാരനും നിങ്ങൾക്കെല്ലാം സുപരിചിതനുമായ എന്നാ താൻ പോയി കേസുകൊട് എന്ന സിനിമയില്ലേ, ആ സിനിമയിൽ ജഡ്ജിയായിട്ട് അഭിനയിച്ച ഒറ്റ സിനിമ കൊണ്ട് തന്നെ നല്ല പേരും പ്രശസ്തിയും നേടിയ നമ്മളെ കുഞ്ഞികൃഷ്ണൻ മാഷില്ലേ, മാഷാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവർക്കും സിനിമാ താരമായിരിക്കും, നമുക്ക് കുഞ്ഞിക്കണ്ണൻ മാഷാണ് കേട്ടോ. മാഷാണ് നമ്മളെ മാഷ്ക്കില്ലേ പൊന്നാടി അണിയിച്ചതും ഉപഹാരം സമർപ്പിച്ചതെല്ലാം. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നമ്മൾ സ്കൂളിലെ പ്രീ പ്രൈമറി തൊട്ട് 4-ാം ക്ലാസ് വരെയിലെ കുട്ടികളെ പല തരത്തിലുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിനി. മാത്രമല്ല സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ അംഗൻവാടി ഉണ്ട്, അംഗൻവാടി കുട്ടികളുടെ പരിപാടിയും കൂടി ഉണ്ടായിനി കേട്ടോ. ഏറ്റവും അവസാനം അമ്മമാരെ സിനിമാറ്റിക് ഫ്യൂഷൻ കൈകൊട്ടിക്കളി എല്ലാം മിക്സ് ആയിട്ടുള്ള ഡാൻസും കൂടി പരിപാടിയെല്ലാം കാണുമ്പം കുട്ടിക്കാലത്ത് നമ്മൾ ഇതേ സ്കൂളിൽ വാർഷികത്തിന് ഡാൻസ് കളിച്ചതും ലോകുടൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മമാരെ പെർഫോമൻസിൽ ഞാനും ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു. അതെല്ലാമാണ് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത്. അങ്ങനെ ഈ വർഷത്തെ നമ്മളെ സ്കൂൾ വാർഷികമെല്ലാം ഇതോടെ സമാപിക്കുകയെന്ന്. അങ്ങനെ സ്കൂളും അടച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.